നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 12 വർഷങ്ങൾക്ക് ശേഷം ഇടവം രാശിയിൽ വ്യാഴം വരുന്നു. ശുക്രൻ്റെ രാശിയായ ഇടവം രാശിയിലേക്ക് വ്യാഴം 2024 മെയ് 1 ഉച്ചയ്ക്ക് 2:04 PM സംക്രമിച്ചു കഴിഞ്ഞു. ഓരോ രാശിയുടെയും 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ ശുഭകരമാകുന്നു. 4ലും 10ലും പൂർണ്ണമായി ശുഭകരമല്ല. സ്വന്തം രാശിയിലും 3, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞു നിൽക്കും. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്ന ഭാവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകുന്നതാണ്. സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം സപ്പോർട്ടാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ഗോചരഫലങ്ങൾക്ക് പുറമെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പരിഹാരം ചെയ്ത് കാര്യങ്ങൾ ശുഭകരമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഗ്രഹനിലകൾ പരിശോധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. 2024 മെയ് 1 വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിച്ചപ്പോൾ പൂർണ്ണ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് 5 രാശിക്കാർക്കാണ്. ഇപ്പോൾ 6 രാശിക്കാരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ 2024 മെയ് 1 വ്യാഴം 12ാം ഭാവമായ ഇടവം രാശിയിലേക്ക് സംക്രമിച്ചപ്പോൾ മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 1, 2, 3 പാദങ്ങൾ ചേരുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ഇതുവരെ വ്യാഴം 11ാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. 11ാം ഭാവം എന്നാൽ ലാഭഭാവം. എല്ലാ കാര്യത്തിലും നേട്ടങ്ങളും വന്നു ചേർന്നിരുന്ന കാലം. ധനനേട്ടം, കർമ്മരംഗത്ത് പ്രമോഷൻ, സ്ഥാനമാന ലാഭം, വിദ്യാവിജയം, അങ്ങനെ പലവിധ നേട്ടങ്ങളും അനുഭവിച്ചു പോന്നിരുന്നവരാണ് മിഥുനക്കൂറുകാർ. എന്നാൽ 12ാം ഭാവത്തിലേക്ക് മാറിയ വ്യാഴത്തെ കൊണ്ട് അത്ര ഗുണപ്രദമാകണമെന്നില്ല. 12ലെ വ്യാഴത്തെ കൊണ്ട് പലവിധ അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അധിക ധനച്ചിലവുകളും ഉണ്ടാകാം. അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും. വസ്തു, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ധനച്ചിലവുകൾ വന്നു ചേരുന്നത്. വീട് വാങ്ങുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ വാഹനം മാറി വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ആയി ധനച്ചിലവുകൾ വന്നുപെടാം. അമ്മയ്ക്ക് വേണ്ടി ധനച്ചിലവുകൾ ഉണ്ടായേക്കാം. കടങ്ങളും അധികരിക്കാനിടയുണ്ട്. സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായും വിവാഹ കാര്യങ്ങൾക്കായും ധനച്ചിലവുകൾ വന്നുപെടാം. വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. നിത്യവരുമാന മാർഗങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കും. ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ ജോലി മാറ്റം, സ്ഥലം മാറ്റം എന്നിവ ഉണ്ടാകുന്നതാണ്. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറുകളും വന്നുപെടാനിടയുണ്ട്. ജോലി നഷ്ടപ്പെടാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ജോലിയിൽ ടെൻഷൻസ് വർദ്ധിക്കും. സ്ഥിരമായി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. സ്ത്രീകൾ മൂലം ചില ക്ലേശങ്ങൾക്കോ ധനനഷ്ടങ്ങൾക്കോ സാധ്യതയുണ്ട്. സ്വർണം, ധനം എന്നിവ മോഷണം പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വിലപിടിപ്പുള്ള രേഖകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധയോടുകൂടി മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. ധനം ആവശ്യത്തിന് ഉപകരിക്കാത്ത അവസ്ഥയും വന്നു ചേരാനിടയുണ്ട്. പല വിധത്തിൽ ചിലവായി പോകും. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അടുത്ത ബന്ധുക്കളുടെയും സന്താനങ്ങളുടെയും കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വസ്തു സംബന്ധമായ തർക്കങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. വസ്തു നഷ്ടപ്പെടാനും ഇടയുണ്ട്. നാൽക്കാലികളുടെ ഫാമുകൾ നടത്തുന്നവർ ശ്രദ്ധാലുക്കളായിരിക്കണം. വിദ്യാർത്ഥികൾക്കാകട്ടെ താൻ പ്രതീക്ഷിച്ചതുപോലെ ഉയരാൻ അവസരങ്ങൾ ഉണ്ടാകണമെന്നില്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട്. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കാം. മുന്നും പിന്നും ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുത്ത് വലയുന്ന അവസ്ഥ ഉണ്ടാകാതെ നോക്കണം. സ്വന്തം പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമോശം കാണിക്കും. ഓർമ്മക്കുറവ് ഉണ്ടാകുന്നതാണ്. ധനം വരാനും ചിലവുകൾ അധികരിക്കാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. പലവിധ ആരോപണങ്ങൾക്ക് വിധേയമാകും. പല മേഖലകളിലും താൻ ഒറ്റപ്പെട്ടു പോകുന്നല്ലോ എന്ന മനപ്രയാസമുണ്ടാകാം. കുടുംബജീവിതത്തിലും അപ്രകാരം തന്നെ അനുഭവപ്പെടുന്നതാണ്.
കലഹങ്ങൾ ധാരാളമായി ഉണ്ടാകാനിടയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കഴിയുന്നതും ഇടപെടാതിരിക്കുക. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉചിതമായി പ്രവർത്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കാത്ത അവസ്ഥയും ഉണ്ടായേക്കാം. രോഗദുരിതങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ട്. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. തെറ്റിദ്ധാരണകളോ പലവിധ ബുദ്ധിമുട്ടുകളോ പല തടസ്സങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. വിദേശയാത്ര തരപ്പെടാം. പഠനത്തിനായാലും ജോലിക്കായാലും വിദേശയാത്ര അനുഭവത്തിൽ വരുന്നതാണ്. വീട് മാറി താമസിക്കുന്നതിനും മനപ്രയാസം ഉണ്ടാകാമെങ്കിലും കാര്യങ്ങൾ ഭേദപ്പെട്ട് മുന്നോട്ടു പോകാനാകും. ഏതൊരു കാര്യവും മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോയാൽ വലിയ വിഷമതകളില്ലാതെ തന്നെ മുന്നോട്ടു പോകാനാകും. രോഗാരിഷ്ടതകൾ വന്നുപെട്ടേക്കാം. ശരീരത്തിന് ക്ഷീണം, വീഴ്ച, ചതവ്, മുറിവ് എന്നിവയെല്ലാം ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ചികിത്സകൾ യഥാസമയം തേടേണ്ടതാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഫുഡ് പോയ്സൺ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുള്ളതിനാൽ യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ഗ്രഹനിലകളിൽ വ്യാഴം മോശാവസ്ഥയിൽ നിൽക്കുന്നവർക്കാണ് കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്നത്. അതിനാൽ ദശയും അപഹാരവും അനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി വ്യാഴം ഇടവം രാശിയിലേക്ക് വരണമെങ്കിൽ 12 വർഷം കഴിയണം. അതായത് 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഇനി 12 വർഷങ്ങൾക്ക് ശേഷം മാത്രം. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ 5, 7, 9 ഭാവങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം ഗോചര ഫലങ്ങളാകയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം. ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ്. മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. ഈ വ്യാഴമാറ്റം കൊണ്ട് സാംസ്കാരിക രംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും. സിനിമ, സീരിയൽ ലോകത്ത് ആസ്വാദനങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും തുളസിമാല സമർപ്പിച്ചും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ്. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവയും സമർപ്പിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി ഈ രാശിക്കാർ കൂടാതെ മറ്റു രാശിക്കാർക്ക് ചില ഗുണാനുഭവങ്ങൾ 2024 വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.